MC നാസർ തുടരുന്നുണ്ട്. MC ഈ ഖാംനെയി കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ള സ്ഥിരീകരണത്തിലേക്കാണ് ഇനി നമ്മൾ പോകേണ്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബം കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ 4 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരികയും ചെയ്തു. ഇക്കാര്യത്തിലെങ്കിലും സ്ഥിരീകരണം അവിടെ നിന്ന് വന്നിട്ടുണ്ടോ? നൗഫല്, ഫാർസ് ന്യൂസ് ഏജൻസിയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പരമോന്നത ആത്മീയ നേതാവിന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഔദ്യോഗിക വൃത്തങ്ങളെ കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. കാരണം ഇന്നലെയൊന്നും ഈ സൈനിക കമാൻഡർമാരും മറ്റും കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ പല ഘട്ടങ്ങളിലും വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അപ്പോൾ പോലും ഖാംനെയും അതോടൊപ്പം തന്നെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും വളരെ സുരക്ഷിതമാണ്, അവർ തന്നെയാണ് ഈ പോരാട്ടം നയിക്കുന്നതെന്ന് നിരന്തരമായിട്ട് ഇറാൻ നേതൃത്വം അറിയിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലാണ് ഇപ്പോൾ അല്പം മുമ്പ് ഫാർസ് ന്യൂസ് ഏജൻസി ഏറ്റവും അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾ കൊല്ലപ്പെട്ട വിവരം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. ഏതായാലും പിന്നെ അദ്ദേഹത്തിന്റെ മകളും ഭർത്താവും ഏറ്റവും അടുത്ത മറ്റ് 2 പേർ കൂടി കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഈ വാർത്താ ഏജൻസി വെളിപ്പെടുത്തുന്നത്. അത് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ കുറെ കൂടി ഒരു വിശദീകരണം ഒരുപക്ഷെ സൈനിക നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം പക്ഷേ ഈ ഖാംനെയിയുടെ പിന്നെ വിയോഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മറ്റേതെങ്കിലും അർത്ഥത്തിൽ ഈ ആക്രമണത്തിൽ അദ്ദേഹവും ഉൾപ്പെട്ടോ എന്നത് സംബന്ധിച്ചൊന്നും ഒരു സൂചനയും ഇതുവരെ ഇറാൻ നേതൃത്വം നൽകിയിട്ടില്ല. നേരത്തെ സുഹൈലും മറ്റും സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഈ ആക്രമണം നടന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ ഇറാൻ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു. പക്ഷെ അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേൽ നേതൃത്വം നെതന്യാഹു അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവകാശപ്പെടുന്നത് ഇറാനിലെ പരമോന്നത ആത്മീയ നേതാവ് 84-കാരനായിട്ടുള്ള ആയത്തുല്ല അലി ഖാംനെയി വധിക്കപ്പെട്ടു എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു പ്രഖ്യാപനം വന്നെങ്കിൽ പോലും ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് അതിനോട് പിന്നെ വിയോജിക്കാനോ അതല്ലെങ്കിൽ അതിനെ പിന്നെ ശരിവെക്കാനോ ഉള്ള ഒരു പ്രതികരണം പോലും ഇറാനിയൻ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾ, മകളും മകളുടെ ഭർത്താവും ഉൾപ്പെടെ 4 പേർ വധിക്കപ്പെട്ടതായിട്ടുള്ള ഒരു വാർത്ത ന്യൂസ് ഏജൻസി തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ ഒരുപക്ഷെ ആയത്തുല്ല അലി ഖാംനെയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നൗഫൽ, യെസ്, അത് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ആയത്തുല്ല അലി ഖാംനെയി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുക എന്നുള്ളതാണ്, അത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുക എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. സുഹൈൽ, ഇതിൽ നേരത്തെ MC തന്നെ സൂചിപ്പിച്ചു, ഇത്തരമൊരു സന്ദർഭത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുക എന്നുള്ളത് പരമോന്നത നേതാവ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ അത് ഇതുവരെയും ഉണ്ടായില്ല. ഈ സംയുക്ത ഘട്ടത്തിലും ജനങ്ങളെ അഭിസംബോധന ചെയ്യേണ്ട ഒരാൾ എന്നുള്ള നിലക്ക് അത്തരമൊരു അഭിസംബോധന എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അവിടെ ഇന്റർനെറ്റൊക്കെ പൂർണ്ണമായും റദ്ദ് ചെയ്ത ഒരു സന്ദർഭം കൂടിയാണ് എന്നതുകൂടി നമ്മൾ ഓർക്കുക. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഖാംനെയി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം എത്രത്തോളം വലുതായിരിക്കും എന്നും നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിൽ ഖാംനെയി അഥവാ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കാനും അത് പുറത്തു പറയാനുള്ള സമയവുമൊക്കെ ഇറാൻ നീട്ടിവെക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അത് നമുക്ക് മാറ്റിവെക്കാനാവില്ല ആ സാധ്യത. കാരണം ഇത് ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആണ് എന്ന് ഇറാൻ പറയുമ്പോൾ സ്വാഭാവികമായും ഖാംനെയി കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അത് പുറത്തു പറയുന്നത് സ്വാഭാവികമായും ഇറാന്റെ വിപ്ലവ വീര്യത്തെയും അതേപോലെ തന്നെ അവരുടെ പോരാട്ട വീര്യത്തെയും കുറക്കും എന്ന് സാധ്യതയുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കാരണം ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനവും അതേപോലെ തന്നെ അവരുടെ ഷിയ ഭരണകൂടത്തിൻ്റെ ഒരു കെട്ടുറപ്പും എന്ന് പറയുന്നത് കാലങ്ങളായി അത് കൊണ്ടു നടന്നത് വ്യത്യസ്തമായി മറ്റു അറബ് രാജ്യങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇരുമ്പ് മറയും കെട്ടുറപ്പും അതിനുണ്ടായതുകൊണ്ട് തന്നെയാണ്. സ്വാഭാവികമായും IRGCയുടെയും അതേപോലെ തന്നെ ഇറാൻ ഭരണകൂടത്തിൻ്റെയും കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണത്തിൽ തന്നെയാണ് അവിടെ നിന്നുള്ള വാർത്തകൾ ഇനി വരികയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഇനി മറ്റു നേതാക്കൾ കൂടി IRGCയുടെ തലപ്പത്തുള്ള ആളുകളെയും അതേപോലെ തന്നെ ഇറാൻ ഭരണകൂടത്തിൻ്റെ തലപ്പത്തുള്ള ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അടക്കമുള്ള ആളുകൾക്ക് നേരെയൊക്കെയുള്ള വലിയ ആക്രമണങ്ങൾ വരും മണിക്കൂറുകളിൽ നടന്നു കഴിഞ്ഞാൽ അതിനെയും ഭേദിക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല.
ഏതായിരുന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു സംഭവം ഉണ്ടാവാനുള്ള സാധ്യത അവർ മുൻകൂട്ടി കണ്ടിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരെങ്കിലും കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ആരായിരിക്കണം അടുത്ത ലെയറിൽ വരേണ്ടതെന്നും അവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ആരായിരിക്കണം പിന്നീട് വരേണ്ടത് എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം ഈ ഹാംനായുടെ നേതൃത്വത്തിൽ തന്നെ ഈ യുദ്ധത്തിന് മുമ്പ് നടന്നിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ആ തരത്തിലൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ വരാനൊക്കെയുള്ള സമയം നമ്മൾ കാത്തിരിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അവിടേക്ക് കടക്കാൻ സാധിക്കില്ല. ഹാംനായുടെ മകളും അതേപോലെ തന്നെ അവരുടെ ഭർത്താവും മക്കളും അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ ഒരു വാർത്താ ഏജൻസിയിൽ നിന്ന് തന്നെ, ഇറാനിൽ നിന്നുള്ള വാർത്താ ഏജൻസിയിൽ നിന്ന് തന്നെ വരുന്നത്. അവരും ഹാംനായും ഒരുമിച്ചാണോ താമസിച്ചിരുന്നത്, അതേപോലെ തന്നെ ഹാംനായുടെ മറ്റു മകൻ അടക്കമുള്ള ആളുകളുള്ള പ്രദേശങ്ങളുണ്ട്, അവിടേക്കൊക്കെ ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം കൃത്യമായിട്ടുള്ള ഒരു വിവരങ്ങൾ കൂടി ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും കൃത്യമായി തന്നെ ഈ ഒരു പ്രസ്താവന ഒരേ സമയത്ത് പുറത്തുവിടുമ്പോൾ അതിന് പിന്നിൽ ഒന്നുകിൽ ഇറാൻ സൂചിപ്പിക്കുന്നത് പോലെയുള്ള ഒരു മനഃശാസ്ത്ര യുദ്ധം തന്നെയാണ് ഒന്നാമതായുള്ളത്. കാരണം ഈ ഘട്ടത്തിൽ അവിടെയുള്ള ജനതയെ, ഇറാനിയൻ ജനതയെ പൂർണ്ണമായും ഒരു ഭരണകൂട വിരുദ്ധത്തിലാക്കുക, അവരെ അങ്കലാപ്പിലാക്കുക, അവരെല്ലാവരും പൂർണ്ണമായും ഭരണവിരുദ്ധ തലത്തിലേക്ക് പോയി അവിടെ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടാക്കുക എന്നുള്ളതാണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഈ വാർത്ത പുറത്തുവിടുന്നതിന് പിന്നിൽ അവർക്ക് ആ തരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ടാകും. ഇനി ഇവിടെ ഈ ഒരു ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കാൻ സാധിക്കില്ല എന്നും ആകെ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുകയായിരിക്കും അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യം വെക്കുന്നത്. ആ തരത്തിൽ ഒരു സൈക്കോളജിക്കൽ യുദ്ധമാണ് അവർ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ അതിനെ പക്ഷേ ഇറാനിയൻ ജനത എങ്ങനെ കാണും എന്നുള്ളതും പ്രധാനമാണ്. ഒരുപക്ഷെ ഇനി ഹാംനായി കൊല്ലപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുക, ഈ പറയപ്പെടുന്ന ഭരണമാറ്റവും അതേപോലെ തന്നെ ജനങ്ങൾ അതിന് അനുകൂലമായി മുന്നോട്ട് വരികയും ചെയ്യുക എന്നുള്ളത് ഇറാനിയൻ ചരിത്രം അറിയുന്ന ആളുകൾക്ക് അതൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കാരണം പേർഷ്യൻ ഭരണകൂടത്തിൻ്റെ ആ കാലഘട്ടം മുതൽ തന്നെ ചരിത്രത്തിലുള്ള ഏത് ഘട്ടങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും പുറമെ നിന്ന് ആ നാട്ടിലേക്ക് വന്ന് അവിടെ അക്രമം നടത്തിയ ഒരാളെയും വെച്ചു പൊറപ്പിച്ച ഒരു ചരിത്രം പേർഷ്യൻ ഭരണകൂടത്തിലില്ല, ഇറാനിയൻ ചരിത്രത്തിലില്ല. അതുകൊണ്ട് സുഹൈൽ, ഇപ്പോൾ ടെക്നോളജിയൊക്കെ വളരെ എന്താ പറയുക, ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ ടാർഗറ്റഡ് അറ്റാക്കിൽ ഏറ്റവും മികച്ചു നിൽക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും. നേരത്തെ നമുക്കറിയാം ഈ ഇറാനിലെത്തിയ ഹമാസ് നേതാവിനെ കൊലപ്പെടുത്തിയതിനെക്കുറിച്ച് നമുക്കറിയാം. പേജറുകൾ സ്ഫോടനം നടത്തി ആളുകളെ കൊലപ്പെടുത്തിയ കാര്യം നമുക്കറിയാം. അങ്ങനെ വളരെ ടാർഗറ്റഡായി ആളുകളെ കൊല്ലാൻ കഴിവുള്ള അതിനൂതനമായ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും ഒക്കെ. ഒരു യുദ്ധം ആരംഭിക്കുന്ന ദിവസം തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ, തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ അവരുടെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്താനൊക്കെ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇക്കാലത്ത് ഇറാനെ പോലെ നേരത്തെ ഒരുപാട് കാലം ഇതുപോലുള്ള ആക്രമണങ്ങളെ പിടിച്ചു നിന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനോവീര്യത്തെ തകർക്കുന്നതല്ലേ? തീർച്ചയായും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഹാംനായെ എന്ന് മാത്രമല്ല ലോകത്തെ ഏതൊരാളെയും ടാർഗറ്റഡ് അറ്റാക്കിലൂടെ കൊലപ്പെടുത്താനുള്ള ശേഷിയുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതിനുള്ള എല്ലാ ആയുധങ്ങളും അവരുടെ കയ്യിലുണ്ട്, രഹസ്യാന്വേഷണ വിവരങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇറാൻ്റെ ഒരു തകർച്ച എന്ന് പറയുന്ന ഒരു ഡിക്ലൈൻ തുടങ്ങിയത് തന്നെ മൊസാദിൻ്റെ ചാരശൃംഖലകൾ ഇറാൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറി എന്നുള്ളതാണ്. നേരത്തെ ഇബ്രാഹിം റയീസി അപകടത്തിൽ, ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ ആ സന്ദർഭം മുതൽ, വിദേശകാര്യമന്ത്രിയും കൊല്ലപ്പെട്ട ആ സന്ദർഭം മുതൽ തന്നെ അതിനുശേഷം ഹമാസിൻ്റെ മേധാവി അവിടെ ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ട ആ സാഹചര്യത്തിൽ പിന്നീട് നടന്ന ആക്രമണങ്ങളുടെ എല്ലാ പശ്ചാത്തലത്തിലും ഇറാൻ ഭരണകൂടത്തിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇരുമ്പു മറകൾക്കുള്ളിലേക്ക് മൊസാദിന് നുഴഞ്ഞു കയറാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകളായിരുന്നു. അപ്പോൾ ഇത്രയും കാലം ഇറാൻ കെട്ടിവെച്ചിട്ടുള്ള ആ ഒരു ഭദ്രമായ ഭരണ സംവിധാനത്തിൻ്റെ ഉള്ളിലേക്ക് വ്യാപകമായി തന്നെ മൊസാദ് ചാരന്മാർ എത്തിയിരുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു ഇബ്രാഹിം റയീസിയുടെ മരണമാകട്ടെ, അതിനുശേഷം നടന്ന ആക്രമണങ്ങളാവട്ടെ, ഇസ്മായിൽ ഹനിയയുടെ വധമാകട്ടെ, ഇതിനെല്ലാം അവിടെ ഉള്ളിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികകളിൽ വരെ മൊസാദിൻ്റെ ചാരന്മാർ ഉണ്ട് എന്ന് അവർ തന്നെ സമ്മതിച്ച ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് അതിശക്തമായിട്ടുള്ള ആയുധ സംവിധാനങ്ങൾ, മറ്റൊരിടത്ത് ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ, മൊസാദിൻ്റെ ചാരശൃംഖലകൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇറാനിലെ ഏത് നേതാവിനെയും ഖാംനായെയും വധിക്കാനുള്ള ശേഷി ഇസ്രായേലിനുണ്ട് അല്ലെങ്കിൽ അമേരിക്കക്കുണ്ട് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല.
പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്. അവിടെ നിലവിലുള്ള ഭരണകൂടത്തെ അട്ടിമറിക്കുക, അതിനുശേഷം മറ്റൊരു അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പാവ സർക്കാരിനെ ഇറാനിൽ നിയോഗിക്കാനാണ് എങ്കിൽ അത് വളരെ പെട്ടെന്ന് സാധിക്കില്ല എന്ന് ഇറാനിയൻ ചരിത്രം അറിയുന്ന എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യേകിച്ചും ഹാംനായെ പോലെയുള്ള ഒരു ആത്മീയ നേതാവിനെ വധിച്ച് അതിന് പകരം സ്ഥാപിക്കപ്പെടുന്ന ഏതൊരു നേതാവിനെ ആയിരുന്നാലും അവിടെയുള്ള ജനത അതിനെ അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം അവിടെയുള്ള ഒരു ചെറിയ ശതമാനം ആളുകൾക്കെങ്കിലും നിലവിലുള്ള ഭരണകൂടത്തോട് അതൃപ്തിയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കുറച്ചുകൂടി തുറന്നിട്ട ഒരു സമൂഹം അവിടെ വരണം, കാരണം കുറച്ചുകൂടി ജനാധിപത്യവൽക്കരിക്കപ്പെടണം. മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം ഉള്ളതുപോലെ തന്നെ മറ്റു അറബ് രാജ്യങ്ങളിലും അതേപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലും ഉള്ളതുപോലെയുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണം എന്നൊക്കെ ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നുവെങ്കിലും അങ്ങനെ താല്പര്യപ്പെടുന്നുവെങ്കിലും അവിടെയുള്ള ഹാംനായെ പോലെയുള്ള ഒരാളെ വധിച്ചതിന് ശേഷം പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു സർക്കാരിനെയല്ല, അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തെയല്ല അവിടെയുള്ള 70% ജനങ്ങളും മനസ്സിലാക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഹാംനായിയെയും പ്രധാനപ്പെട്ട ആത്മീയ നേതാക്കളെയും അവരുടെ കുടുംബത്തെയും എല്ലാം വധിച്ചുകൊണ്ട് അവിടെ ആരെ തന്നെ പ്രതിഷ്ഠിച്ചാലും ശരി, നിലവിൽ ഇറാനിൽ പറയുന്ന ഇന്നലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഫ്രീഡം എന്നുള്ളതാണ്, സ്വാതന്ത്ര്യത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇറാഖിലും ലിബിയയിലും അതേപോലെ തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ വിവിധയിടങ്ങളിലും കണ്ടിട്ടുള്ള ആ ഒരു ഫ്രീഡം അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഇറാനിലെ വലിയൊരു സമൂഹം. ഈ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമൊക്കെ നടന്ന സന്ദർഭത്തിൽ ഇറാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നടന്ന ഹാംനായിക്കും ഭരണകൂടത്തിനും അനുകൂലമായി മില്യൺ കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി നടത്തിയ ആ റാലികളിലും അവർ പറഞ്ഞ കാര്യം അതുതന്നെയായിരുന്നു. അപ്പോൾ ഒരാളെ കൊന്നുകൊണ്ട് ഒരുപക്ഷെ ഇറാനിലെ ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ അവർക്ക് ഇല്ലാതെയാക്കാൻ സാധിച്ചേക്കാം. പക്ഷേ അപ്പോഴും ആ ജനതയുടെ മനസ്സിനെ മാറ്റാൻ ഈ ബോംബുകൾക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം ബോംബ് കൊണ്ട് ഫ്രീഡം കൊണ്ടുവന്ന ഒരു രാജ്യവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാനിയൻ ജനതയിലെ ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇൻ്റർനെറ്റ് സംവിധാനമില്ല, ഫോൺ ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ പോലുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട സർക്കാർ അനുകൂല മീഡിയ ഔട്ട്ലെറ്റുകളെ മുഴുവനും സൈബർ അറ്റാക്ക് നടത്തി അതിനെ വരുതിയിൽ നിർത്തുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ആക്രമണത്തിലേക്ക് അമേരിക്കയും ഇസ്രായേലും കടന്നിട്ടുള്ളത്. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു പക്ഷേ മസൂദ് പെസഷ്കിയാനെയും IRGCയുടെ തലപ്പത്തുള്ള ആളുകളെയും നിലവിലുള്ള ഭരണകൂടത്തിലെ വലിയൊരു ശതമാനം ആളുകളെയും കൊലപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ആക്രമണത്തിലൂടെ അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതിനുശേഷം അവരുടെ ഭൂഗർഭ മിസൈൽ സിറ്റി അടക്കമുള്ളവ തകർത്ത് തരിപ്പണമാക്കുക. ഇനി ഇറാനിൽ നിന്നും വേറൊരു രാജ്യത്തേക്കും ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കാൻ ഉള്ള സംവിധാനം, ആ ഒരു ശേഷി ഇറാനില്ല എന്ന് ഉറപ്പാക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തങ്ങളുടെ ഈ യുദ്ധലക്ഷ്യം നേടാൻ സാധിക്കും എന്നാണ് അമേരിക്ക കണക്ക് കൂട്ടുന്നത്. ആ തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് പെന്റഗൺ ട്രംപിന് നൽകിയിട്ടുള്ളത്.